നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ മൺഡേയിലേക്കുള്ള ട്രേഡ് സെറ്റപ്പാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പം നിഫ്റ്റി എന്താണ് എഗെയിൻ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് ആ ഓൾ ടൈം ഹൈന്റെ അടുത്താണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പം മൺഡേയിൽ എന്താണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് എന്താണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ 24,860 എന്ന് പറയുന്ന ലെവൽ ഒരു സപ്പോർട്ടായിട്ട് എടുക്കാനുള്ള ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പൊ അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ഇനിയിപ്പോ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ 24,770 ലെവൽ എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് ഇവിടെ ഒരു കുറച്ച് റേഞ്ച് ഉണ്ട്. അപ്പം ആ ഒരു റേഞ്ച് എന്താണ് CPRന്റെ റേഞ്ച് ആണ്. അപ്പൊ ആ ഒരു CPR റേഞ്ച് എന്താണ് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ CPR റേഞ്ചിനൊക്കെ എന്താണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ റിവേഴ്സ് ആവുന്ന കാണുവാണെങ്കിൽ അവിടെ അഗെയിൻ നമുക്ക് എന്താണ് ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം ഇനിയിപ്പോ മൺഡേ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏതാണ് ഓൾ ടൈം ഹൈന് മുകളിൽ, അതായത് 24,860 മുകളിലായിട്ട് ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്താണ് അവിടെ ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇനിയിപ്പം ഒരു ഷോർട്ട് സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും തോന്നുന്നില്ല. കാരണം ഓവറോൾ ഇപ്പം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണ്. അപ്പം ഇനിയിപ്പം താഴേക്ക് എപ്പോഴെങ്കിലും നെക്സ്റ്റ് വീക്കിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,658 ലെവലാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഈ ലെവൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ എന്താണ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,525 എന്ന് പറയുന്ന ലെവലാണ്. അപ്പം എന്താണ് അപ്പൊ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ് നിഫ്റ്റിയുടെ 24,525 മുതൽ 24,440 ലെവൽ എന്ന് പറയുന്ന നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമുക്ക് എന്താണ് ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് എന്താണ് ബാങ്ക് നിഫ്റ്റി സെയിം ഡയറക്ഷനിലേക്കാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.